യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭയപ്പെടാത്ത ആരും കാണില്ല. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയിൽ ജയിക്കുമോ എന്ന ഭയം, ജോലി ചെയ്യുന്നവർക്ക് മറ്റൊരു രീതിയിലുള്ള ഭയം, എല്ലാവർക്കും പല പല രീതിയിൽ ചെറുതും വലുതുമായ ഭയവും ഭീതിയും ഉണ്ടാകും. ചിലർ ഭയത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കും. എന്നാൽ ഭയത്തിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാകൂ. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം 9-10 വാക്യം വായിക്കുമ്പോൾ പൗലോസ് എന്ന ദൈവമനുഷ്യനും ഇതുപോലെ ഒരു ഭയത്തിലൂടെ കടന്നുപോയി. പുതിയ നിയമസഭയ്ക്ക് 13-ൽ പരം ലേഖനങ്ങൾ എഴുതിയ, ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ച, അനേക സ്ഥലങ്ങളിൽ സുവിശേഷം സധൈര്യം പ്രസംഗിച്ച പൗലോസിന് ഭയമോ? നമുക്ക് നോക്കാം. അഥേനയിൽ നിന്ന് പൗലോസ് എത്തിയത് കൊരിന്ത് എന്ന സ്ഥലത്തേക്കാണ്. അഥേനക്കാർ ബുദ്ധിയും ജ്ഞാനവും നിറഞ്ഞവരായിരുന്നു, വിഗ്രഹാരാധികളായിരുന്നു. എങ്കിലും കൊരിന്ത് ഒരു വ്യാപാര കേന്ദ്രവും കൊരിന്തുകാർ ജഡമോഹികളും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ സുഖഭോഗങ്ങളിൽ പുളച്ച് മതിച്ച് ജീവിക്കുന്നവരായിരുന്നു. കൊരിന്തിലെത്തിയ പൗലോസ് അക്വിലാസ് പ്രിസ്കില്ല ദമ്പതിമാരോട് കൂടെ താമസിച്ച് കൂടാരപ്പണി ചെയ്തു പോന്നു. ശബത്തിൽ പള്ളിയിൽ പോയി പ്രസംഗിക്കുകയും ചെയ്തു. ഈ മിഷണറി യാത്രയിൽ തന്നോട് കൂടെ ഉണ്ടായിരുന്ന ശീലാസും തിമോത്തിയോസും മക്കോദോന്യയിൽ നിന്ന് നേരെ കൊരിന്തിലെത്തി. 5-ാം വാക്യത്തിൽ പറയുന്നു, പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു അല്ലെങ്കിൽ മശിഹ എന്ന് യഹൂദന്മാരെ പഠിപ്പിച്ചു. എന്നാൽ അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്തു. പൗലോസ് വസ്ത്രം കുടഞ്ഞ്, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് പറഞ്ഞു. എന്തായിരിക്കാം പൗലോസിന്റെ മനസ്സിൽ കൂടി അപ്പോൾ കടന്നുപോയത്? താൻ എത്ര വിശദമായി വ്യക്തമായി തെളിവുകൾ നിരത്തിയിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ചിന്തിച്ചപ്പോൾ അഥേനയിലും വളരെ കുറച്ചു പേർ മാത്രമേ വിശ്വാസത്തിൽ വന്നുള്ളൂ. താൻ ഇതിനു മുമ്പ് സന്ദർശിച്ച ഫിലിപ്പിയ, തെസലോനിക്ക, ബെരോവ എന്നിവിടങ്ങളിലെ പറക്കമുറ്റാത്ത സഭയെപ്പറ്റിയും അദ്ദേഹം ചിന്തിച്ചു കാണണം. പ്രത്യേകിച്ച് താൻ ജീവനും കൊണ്ട് ഓടിപ്പോന്ന തെസലോനിക്ക സഭയിൽ ഇതിനോടകം എന്ത് സംഭവിച്ചിരിക്കാം? അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. ഇതൊക്കെ ചിന്താഭാരമായി അദ്ദേഹത്തെ അലട്ടി. താൻ അഥേനയിൽ ഏകനായി വേല ചെയ്തു. കൊരിന്തിൽ പണമൊന്നും കയ്യിലില്ലാതെ എത്തിച്ചേർന്നതാകാം. കൂടാരപ്പണി ചെയ്ത് താൻ ഉപജീവിച്ചു. തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടിൽ വൈദ്യനായ ലൂക്കോസ് കൂടെയുമില്ല. ഏകാന്തതയും ദാരിദ്ര്യവും രോഗവും ഒരുപക്ഷെ പൗലോസിനെ ഭയപ്പെടുത്തി കാണും. കൊരിന്ത്യരുടെ സുവിശേഷത്തോടുള്ള സമീപനം, അതും ഏറ്റവും കൂടുതൽ പൗലോസിനെ തളർത്തി. പൗലോസ് കൊരിന്തിനെ നോക്കിയപ്പോൾ സുഖലോലുപതയും വിഗ്രഹാരാധനയും ബുദ്ധിയുടെ അധികാരവും നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടു. പട്ടണത്തിലെ ഉയർന്നു നിന്ന ക്ഷേത്രമായ അക്രോകൊരിന്ത് സ്നേഹത്തിന്റെ ദേവത എന്നറിയപ്പെട്ടിരുന്നു. ആചാര വ്യഭിചാരിണികൾ ആ ദേശത്ത് നിറഞ്ഞിരുന്നു. ദേവദാസികളെ പോലെ ക്ഷേത്രത്തിൽ വേല ചെയ്തിരുന്നവർ. കൊരിന്തിൽ പോവുക എന്ന് പറഞ്ഞാൽ അക്കാലത്ത് പരസംഗത്തിന് പോവുക എന്നായിരുന്നു അർത്ഥം. കൊരിന്തിലുള്ള പെൺകുട്ടികളെല്ലാം വ്യഭിചാരിണികളുമായിരുന്നു. അഥേനയെക്കാളും കൊരിന്ത് വരണ്ട മരുഭൂമിയായിരുന്നു. ഇതൊക്കെ കൂട്ടി വായിച്ചപ്പോൾ പൗലോസിന് ഭയം തോന്നി. ദൈവഹിത പ്രകാരം താൻ ഇവിടെ എത്തിച്ചേർന്നതാണ്. സുവിശേഷത്തിന്റെ വിത്ത് മുളയ്ക്കാൻ ഒരു സാധ്യതയും ഇവിടെ കാണുന്നില്ല. എല്ലായിടത്തും എന്ന പോലെ സുവിശേഷം പ്രസംഗിച്ച് വളരെ എതിർപ്പുണ്ടായി. പിന്നീട് ആളുകൾ മോശമായി പെരുമാറുകയും ചെയ്തു. ഇതൊക്കെ ഇവിടെയും ആവർത്തിച്ചപ്പോൾ തനിക്ക് ഭയം കൂടുകയാണ് ചെയ്തത്. പ്രിയ ദൈവ പൈതലേ, ആത്മീയത്തിൽ എത്ര മുന്നോട്ട് വന്നിട്ടും ഇന്നും ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ നമ്മെ പുറകോട്ട് വലിക്കുന്നുണ്ടോ? ഭയപ്പെടുത്തുന്നുണ്ടോ? ദൈവം വിളിച്ച വിളിയെ സംശയിക്കുന്നുണ്ടോ? എന്നാൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. പൗലോസ് യുസ്തോസ് എന്ന ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. ആ കൊരിന്തിൽ അനേകർ വിശ്വസിച്ച് സ്നാനമേൽക്കാൻ ഇടയായി. എന്നിട്ടും തൻ്റെ ഉള്ളിൽ ഈ ഭയം വിട്ടുമാറിയില്ല. 9-10 വാക്യങ്ങൾ വായിക്കുന്നു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. നോക്കൂ, ഒരു ഭക്തന്റെ ഉള്ളറിയുന്നൊരു ദൈവം കൃത്യമായി പൗലോസിനോട് സംസാരിക്കുന്നു. ദൈവം എത്ര മനോഹരമായി തൻ്റെ ഭക്തനെ ആ പട്ടണത്തിൽ കരുതി എന്ന് നമുക്ക് നോക്കാം. ആദ്യം നല്ല ബന്ധങ്ങൾ പൗലോസിന് വേണ്ടി ദൈവം ഒരുക്കി. അക്വിലാവും പ്രിസ്കില്ലയും അവരോടുകൂടെ അദ്ദേഹം പാർത്തു. കൂടാരപ്പണി എന്ന തൊഴിൽ നൽകി ഉപജീവനത്തിന്. യഹൂദന്മാർ എതിർ പറഞ്ഞപ്പോൾ യുസ്തോസ് എന്ന ദൈവഭക്തനായ മനുഷ്യനെ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി. ശുശ്രൂഷിക്കുവാൻ ആ കൊരിന്ത് പട്ടണത്തിൽ ഒരു സിനഗോഗും ദൈവം ഒരുക്കിയിരുന്നു.
ഷീലാസും തിമോത്തിയോസും കൂടെ കൂടിയപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലനായി അദ്ദേഹം മാറി. അവരിൽ നിന്ന് താൻ സ്ഥാപിച്ച സ്ഥലങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പൂർണ്ണമായ വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാനും ഇടയായി. പള്ളിക്കാർ എതിർത്തപ്പോൾ പള്ളിയോട് ചേർന്ന് വീടുള്ള ദൈവഭക്തനായ യുസ്തോസ് എന്ന വ്യക്തിയെയും ദൈവം ഒരുക്കി. പിന്നീട് പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റു. തൻ്റെ ഭക്തനെ ദൈവം ഭയത്തിന് വിട്ടുകൊടുത്തില്ല. ഒടുവിൽ കർത്താവ് തന്നെ ദർശനത്തിൽ പൗലോസിനോട് സംസാരിച്ചു. തൻ്റെ ഉള്ളിലെ ഭയം മാറ്റി. ഭയപ്പെടേണ്ട, നിന്റെ പ്രസംഗം തുടരുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ലോകത്തിൽ നാം എന്ത് നേടിയാലും ഭയം ഉള്ളിൽ നിറഞ്ഞാൽ പൂർണ്ണമായി സന്തോഷിക്കാനോ സമാധാനത്തിൽ നിലനിൽക്കാനോ ഒരിക്കലും കഴിയുകയില്ല. തൻ്റെ ഭക്തന് വേണ്ടി കൊരിന്തിൽ താൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നുവെന്ന് ദൈവം വ്യക്തമാക്കി കൊടുത്തു. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇതൊക്കെ ആ ദർശനത്തെ ദൈവം സംസാരിച്ചു. പഴയതോർത്ത് നീ ഭാരപ്പെടണ്ട, ഭയപ്പെടേണ്ട. പ്രസന്റ്, ഇപ്പോൾ നിന്റെ പ്രസംഗം നീ തുടരുക. പാസ്റ്റ്, ഇനി വരാനിരിക്കുന്നത് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. മാത്രമല്ല, തൻ്റെ മാസ്റ്റർ പ്ലാൻ കൂടി ദൈവം വെളിപ്പെടുത്തി. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. നമ്മുടെ കണ്ണിൽ ഒരു സാഹചര്യവും ഇല്ലാത്തിടത്ത് ദൈവത്തിന് വളരെ ജനമുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. തൻ്റെ മിഷണറി യാത്രയിൽ ഏറ്റവും കൂടുതൽ കാലം പൗലോസ് ഇവിടെ ചെലവഴിച്ചു. 1 ആണ്ടും 6 മാസവും കൊരിന്തിൽ അദ്ദേഹം താമസിച്ചു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ ഭയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന അവസരങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മോട് കൃത്യമായി, വ്യക്തമായി സംസാരിക്കും. ആ ഇമ്പശബ്ദത്തിനായി കാതോർക്കുക. ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന വിളി പൂർത്തീകരിക്കുവാൻ നമുക്ക് ബലം തരും എന്നുറപ്പ് നൽകിക്കൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.